ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് റൂം മേക്ക് ഓവർ എസെൻഷ്യൽസ് നമുക്ക് കാണാം. ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് എസ്തെറ്റിക് റൂം മേക്ക് ഓവർ ചെയ്യണമെന്നും പറഞ്ഞൊന്നും മേടിച്ചതല്ല. പക്ഷെ എനിക്ക് എന്തോ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഇത് തന്നെ ആയിക്കോട്ടെ. ഇതിങ്ങനെ വരുന്നൊരു ലൈറ്റ് സെറ്റാണ്. ഇത് ഞാൻ ബൾബൊക്കെ ഞാൻ വാങ്ങിയിട്ടതാണ്. പിന്നെ ഇതൊരു കുട പോലെ നിവർത്തിയെടുക്കുന്നതാണ്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏകദേശം ഒരു 120 റുപ്പീസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ എജ്യൂമാറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒത്തിരി വെറൈറ്റി ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. ഞാനിതിപ്പം ഓരോന്ന് പെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്യൂലിപ്പ് ബോട്ടിലില്ലേ അതിലേക്കൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് DIY ക്രാഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം. ഈ ബോട്ടിൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം എനിക്ക് ഓഫറിൽ ഞാൻ ഒരുപാട് കാർട്ടിൽ കുറേ നാൾ ഇട്ടിരുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഓഫർ കിട്ടിയപ്പം ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് 2 പീസ് ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ട് തോന്നിയൊരു സാധനമാണ്. ഇവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. എൻ്റെ തലമണ്ടയ്ക്ക് നോക്കി നമ്മളിങ്ങനെ അടിച്ചടിച്ചിരുന്ന കളർ മാറിക്കൊണ്ടിരിക്കും. മൊത്തം സോസറൊക്കെ പോലെ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 250 റുപ്പീസൊക്കെ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. തറയിൽ വീണാൽ പൊട്ടിപ്പോകും. എന്നാലും എല്ലാ വീഡിയോസിലും ഞാൻ ഇതും കണ്ടിട്ടുണ്ട്. എല്ലാ ഡ്രസ് മേക്ക് ഓവറിൽ ഈ ഒരു പ്രോഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്നതാണ്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇതും ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതും ഏകദേശം ഒരു 220 അത്രയൊക്കെ റേഞ്ച് വരുന്നതാണ്. ഞാനെല്ലാം അഫോർഡബിൾ റേറ്റിലുള്ള പ്രോഡക്റ്റ്സ് ആണ് നോക്കാറുള്ളത്. കാരണം ഇത് കാണുന്നവർക്കും വാങ്ങാൻ പറ്റണമല്ലോ. എല്ലാവർക്കും ഒരുപോലെ വരില്ലല്ലോ സാമ്പത്തികം. അപ്പോൾ പിന്നെ ഇതിനെയും കണ്ടിഷ്ടപ്പെട്ട് കുറച്ച് നാളൊക്കെ കാത്തി കിടന്നതാണ്. നോക്കിയാൽ മതി. നല്ല അടിപൊളി ക്വാളിറ്റിയാണ് സാധനം. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എസ്തെറ്റിക് ലുക്കാണ്. ഈ സെറ്റ് കണ്ടില്ലേ, ഇത് ഞാനെല്ലാം DIY ക്രാഫ്റ്റായിട്ട് ചെയ്തതാണ്. നമുക്ക് എല്ലാം അങ്ങ് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുമെന്നൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പുറത്തുനിന്ന് വാങ്ങാൻ നിന്നിട്ടില്ല. കുറേയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇത് വന്നിട്ടുള്ള ഇതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഇതും ഒരു വാൾ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെയും അതുപോലെ തന്നെ വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഒരു മിനി ഫ്രെയിമായിട്ടൊക്കെ വെക്കാം. അതിനകത്തൊക്കെ ഫോട്ടോ ഒക്കെ വെക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഈ ഇരിക്കുന്ന 2 പ്രോഡക്റ്റ് കണ്ടോ, ഇത് നമ്മുടെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലില്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ ചെറിയൊരു ക്രാഫ്റ്റായിട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ വാങ്ങിയ ഈ ഫ്ലേവർ നമുക്ക് ജസ്റ്റ് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വാൾസിലൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലും നമുക്ക് ഇതുപോലെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. റൂം മേക്കർ വീഡിയോസിനും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു പോർഷനാണ് ഈ പെഗ് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ വാൾ ഗ്രിഡ് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ എനിക്ക് ഒരു ഗ്രില്ലിൻ്റെ പീസ് പുറത്ത് കിടന്ന് കിട്ടിയതാണ്. അങ്ങനെ അതിനകത്ത് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഈ ഒരു കോലത്തിലാക്കിയെടുത്ത്. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഷെസാണ്. ഷെസാടെ തലയിൽ നിന്ന് ക്ലിപ്പൊക്കെ എനിക്ക് ഇളക്കി തന്നിട്ടുണ്ട്. അപ്പം പക്ഷേ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് സംഭവമൊക്കെ. അത് നമുക്കിങ്ങനെ വാളിൽ ഒരു സാധനം ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഗ്ലൂഗണ്ണല്ലേ, ഗ്ലൂഗണ്ണിനൊക്കെ ഇത്ര ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. തൽക്കാലം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഗ്ലൂ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വരുന്നത് ഇതൊരു സെറ്റ് ഓഫ് മണി പ്ലാന്റ് ആണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 12 പീസ് എങ്ങാണ്ടുണ്ട്. ഞാൻ അത്രയും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വാങ്ങിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. നമ്മളെ ഉദ്ദേശിച്ച ഒറിജിനാലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിനകത്ത് കാണാൻ അതുപോലെ തന്നെ ആ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിച്ചത്. ഇത് ഏകദേശം ഒരു 200 റുപ്പീസൊക്കെ വന്നിട്ടുള്ളൂ. പണി കിട്ടിപ്പോയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പർച്ചേസ് ചെയ്ത സാധനം ഞാൻ നേരത്തെ ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ ആ ഒരു ലീവ്സൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ ഞാനത് മാറ്റാൻ വേണ്ടി വെച്ചിട്ട് കാണും. അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്താൽ മാത്രമേ ഭംഗി നമുക്ക് ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചാണ്. ഇതൊരു എനിക്ക് ഓഫറിൽ ഇതും കിട്ടിയതാണ്. 4 പീസ് ഉണ്ടായിരുന്നു. ഒരു 4 സെറ്റായിട്ട് വന്നതായത്. ഇത് ഞാൻ ഓൾറെഡി 2 എൻ്റെ റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ മണി പ്ലാന്റിൻ്റെ കൂടെ നേരത്തെ കാണിച്ച മണി പ്ലാന്റിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചതിനകത്തൊരു സ്ട്രിംഗ് ലൈറ്റ് ഇതുപോലെ ഫ്രീ കിട്ടിയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അതങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് കുത്തിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് പുകയായിപ്പോയി. അല്ല കേട്ടോ, അത് ഫ്രീ കിട്ടിയത് കൊണ്ടാകാം. അതിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളോ റെസിസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് പൊട്ടിത്തെറിച്ചത്. പക്ഷേ ഇത് നല്ല സാധനം. ഞാനൊരു ഏകദേശം ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് റൂമിൽ യൂസ് ചെയ്യുന്നുണ്ട്. 4 ഉണ്ടായിരുന്നു. അഫോർഡബിളായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു ലവ് ബാനർ കണ്ടോ, ഇതും എസ്തെറ്റിക് റൂം മേക്ക് ഓവറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തത്. 10 മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഇത് ചെയ്തെടുക്കാൻ. ഇത് നമ്മളിതുപോലെ വൈറ്റ് വാളിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു റൂം മേക്ക് ഓവർ വേണ്ട ഐറ്റം എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിമാണ്. എല്ലാ കൊറിയൻസിൻ്റെ ആണെങ്കിലും ഏത് റൂം മേക്ക് ഓവർ വീഡിയോ എടുത്താലും ഈ ഒരു ഫ്രെയിം ഉണ്ടാവും. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങും.
ഇതൊരു കോംബോ ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇതും മീഷോയിൽ നിന്നൊരു 300, 320 ആ ഒരു റേഞ്ചിൽ കിട്ടിയതാണ്. ഇതൊക്കെ ഞാൻ എല്ലാവരും വിചാരിക്കും ഞാനിങ്ങനെ 300, 200 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 1 year ആയിട്ട് ഈ റൂം മേക്കർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. 1 year തുടക്കം തൊട്ടേ ഞാനിങ്ങനെ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ച് ഇന്നാണ് ഇത് സത്യം പറഞ്ഞാൽ അൺബോക്സ് ചെയ്യുന്നത് തന്നെ. പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ചിലർക്ക് ഈ ഫ്രെയിം മാത്രമായിട്ട് ഏകദേശം 400 ഒക്കെ വരുന്നുണ്ട്, 2 പീസ് മാത്രം, ചിലർക്ക് 1 പീസ് മാത്രം. പക്ഷേ എനിക്കിതിനകത്ത് വന്നിട്ടുള്ള ആ ഒരു പ്രിൻറ്റും ഗ്ലാസും എല്ലാം കൂടാണ് ആ ഒരു റേറ്റ് കിട്ടിയേക്കുന്നത്. ലിങ്ക് വേണ്ട കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. നെക്സ്റ്റ് വരുന്നത് ഇതൊരു വാൾ, എന്താ പറയുക, ഇതിൻ്റെ പേരെന്തോന്നും ഓർമ്മയില്ല. ജസ്റ്റ് നാടെ ഇങ്ങനെ വെക്കുക, ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനകത്ത് ഈ മണി പ്ലാന്റ് ഞാൻ ആ ഒരു ഉദ്ദേശത്തോടെ വാങ്ങിയതാണ്. ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ടെക്സ്റ്റോ നമ്മൾ റീഡിങ് ആയിട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ വെച്ച് ഇങ്ങനെ വാളിൽ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിന് വ്യൂവേഴ്സ് കുറവായിരുന്നു. അഫോർഡബിൾ ഞാൻ നോക്കിയതിൽ എനിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടിയ സാധനമാണ് ഇത്. 3 കൂടെ എനിക്ക് 20 രൂപയ്ക്കാണ് കിട്ടിയേക്കുന്നത്. ഞാൻ വേറെ എന്തോ സാധനം ഞാൻ സിസ്റ്ററും കൂടെ പർച്ചേസ് ചെയ്യാൻ പോയപ്പം അവിടെ ജസ്റ്റ് കൊട്ടയ്ക്കകത്തിടയ്ക്ക് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ എളുപ്പം പറ്റിയിട്ടാണ് ഇതാ നോക്കി കിടന്ന സാധനം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ റൂമിൻ്റെ മേളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാ കവറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ മെനക്കേടാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനം. വെറും 20 രൂപയ്ക്കാണ് എനിക്കിത് ഇത്രയും കിട്ടിയിട്ടുള്ളത്. എസ്തെറ്റിക്കിലെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആണ് ഇത്. കണ്ടോ ഈ കിടക്കുന്നത്? ഇതാണ് എല്ലാ റൂം മേക്കറിലും കാണുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം. ഇത് ഏകദേശം ഒരു 300 റുപ്പീസിന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കിങ് സൈസ് ആണെന്ന് തോന്നുന്നു, കിങ് സൈസ് തന്നെയാണ്. ഇത് വിരിച്ചിട്ടാൽ നല്ല ഭംഗിയാണ്. ഞാനിത് അഴുക്കാവുന്നതുകൊണ്ട് വിരിക്കാറേ ഇല്ല. ഇതൊരു സാധനം കണ്ടോ, ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത്, നമ്മളൊരു മെഡിക്കൽ റെപ്പ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതൊരു ബെഡ്ഷീറ്റ് സെറ്റാണ്. കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ വിരിക്കുന്നത് പോലൊക്കെ തോന്നും, എന്നാലും കുഴപ്പമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വരുന്നത് ഇതൊരു ബ്ലാങ്കറ്റാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്. ഇത് ഞാൻ നമ്മുടെ ബെഡിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ആദ്യം വാങ്ങിയതാണ്. ഇതിന് ഏകദേശം ഒരു 400 രൂപ അത്ര റേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഒക്കെ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ചെറുതിന് പോലും 300 സംതിങ് ആണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലക്കിന് കിട്ടുമെന്ന് പറയാം. ഈ ക്യാൻഡിൽ എങ്ങനെയുണ്ട്? ഇത് വാങ്ങിയതൊന്നുമല്ല കേട്ടോ. ഇതാണ്ട് വാട്ടർ ക്യാൻഡിൽ, അടിയിൽ വെള്ളമൊക്കെയാണ്. ഇത് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തെടുത്തതാണ്. വരുന്നത് ഞാനിത് DIY ആയിട്ട് ചെയ്ത ഒരു വാൾ ഹാങ്ങർ എന്നൊക്കെ പറയാം. ഇത് നമ്മൾ വാൾ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങളൊക്കെ വെക്കാം. പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോസിൽ ഞാൻ കാണിക്കാം. നെക്സ്റ്റ് തന്നെ ഇതുപോലെ കുറച്ച് കാർഡ്സാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു 120 സംതിങ് ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഞാൻ ഏകദേശം കുറേയൊക്കെ ഞാനിവിടെ വാളിൽ വെച്ചിട്ടുണ്ട്. ലവ് ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് അത് ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഇതൊരു റഗ്ഗാണ്, നമുക്ക് ബെഡിൻ്റെ സൈഡിലിടാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 200 ആ റേഞ്ചിൽ ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇത് ജസ്റ്റ് ഞാൻ ടയറിനകത്തൊരു റോപ്പ് ചുറ്റി ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, നമുക്ക് ചെയ്തെടുക്കാം. ഇതെൻ്റെ സ്വന്തം കാറ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതിൻ്റെ ടയർ മാറ്റി വെച്ചാൽ അതുകൊണ്ട് ടയർ വീട്ടല്ല വണ്ടി കൊടുത്തത്, വേറെ ടയർ ഇട്ടിട്ട് ആ വാങ്ങിയ ടൈമിലുള്ള ടയർ ഇതുപോലെ ജസ്റ്റ് ഒരു ഓർമ്മ, ഒരു മെമ്മറി നമുക്ക് യൂസ്ഫുൾ ആക്കാം. അത് അവിടെ ഇരിക്കുകയും ചെയ്യും. ആ ഒരു മൈൻഡിൽ ഞാൻ ചെയ്തതാണിത്. നേരത്തെ ഇരുന്ന കട്ട ഞാനൊന്ന് മാറ്റി ജസ്റ്റ് പുതിയ ഒരെണ്ണം വാങ്ങിയതാണ്. ഇത് ഏകദേശം ഒരു 150 വെച്ചിട്ട് 2 എണ്ണം വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റൂം മേക്ക് ഓവറിലേക്ക് വേണ്ടി അത്യാവശ്യം കരുതി വെച്ചേക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.